അപ്പോൾ ആദ്യത്തെ വാക്യം ഇദ ശംസു കുവ്വിറത്ത്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ. വേറെ ചിലയിടത്ത് അപ്പുറത്തെ തഫ്സീറിൽ സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കുവ്വിറത്ത്, കവ്വറ എന്ന വാക്ക് ചുറ്റിപ്പൊതിയുക, ഇത് പണ്ട് ഭൂമിയെ ഉരുട്ടാൻ വേണ്ടി ഒരുപാട് എടുത്ത് പ്രയോഗിച്ച ഒരു വാക്കാണ് കുവ്വിറത്ത്. സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ. അടുത്തത് വ ഇദൻ നുജൂമു അൻകദറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ. ഞാനതിൻ്റെ അർത്ഥം പറയുന്നതോടൊപ്പം അതിനെക്കുറിച്ചുള്ള എൻ്റെ കമൻറ്റുകൾ കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ പിന്നെ നമുക്കിത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. ലോകാവസാന ദിവസം മുമ്പ് നമ്മളൊരു അധ്യായത്തിൽ കാഹളമൂതുന്ന കാര്യം പറഞ്ഞിരുന്നു. ലോകാവസാന ദിവസം വലിയൊരു കാഹളമൂത്ത് കേൾക്കും. അതോടുകൂടി സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ ഭീകരമായ സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴും എന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് വീഴുക എന്ന് ചോദിച്ചാൽ വളരെ സ്വാഭാവികമായിട്ടും ഭൂമിയിലേക്കാണ് വീഴുക. കാരണം അള്ളാഹുവിൻ്റെ ഭൂമി പരന്ന് കിടക്കുകയാണ്. ഭൂമിക്ക് മുകളിൽ കുട പോലെ നിവർത്തി വെച്ചിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ ആ കുടയിൽ പറ്റിച്ചു വെച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കളുമാണ്. 7 ആകാശങ്ങൾ തട്ടുതട്ടായി ഉയർത്തി വെച്ചിട്ട് അതിലേറ്റവും താഴത്തെ ആകാശത്തെ അലങ്കരിക്കാൻ വേണ്ടി നക്ഷത്രങ്ങൾ പറ്റിച്ചു വെച്ചു എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് ഭൂമിയുടെ മേൽക്കൂരയായ 1-ാം ആകാശത്തിൻ്റെ താഴെ പറ്റിച്ചു വെച്ചിട്ടുള്ള മഞ്ചാടിക്കുരുകൾ പോലെയുള്ള അല്ലെങ്കിൽ മിന്നാമിനുങ്ങുകൾ പോലുള്ള കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളെല്ലാം കൂടെ ഈ ആകാശമൊക്കെ പൊളിഞ്ഞു വീഴുന്നതിന് മുമ്പായിട്ട് ഉതിർന്ന് ഭൂമിയിലേക്ക് വീഴും എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ശാസ്ത്രമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം ഈ ആകാശം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണെന്നും അങ്ങനെ ഒരു സാധനം അവിടെ കമഴ്ത്തി വെച്ചിട്ടില്ല എന്നും. നമ്മൾ ഈ ചെറിയ ചെറിയ മിന്നാമിനുങ്ങ് പോലെ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ അനേകം പ്രകാശവർഷങ്ങൾ അകലെയായിട്ട് പരന്നു കിടക്കുന്ന കോടാനകോടി നക്ഷത്രങ്ങളാണെന്നും ആ നക്ഷത്രങ്ങൾ നമ്മളെ സൂര്യൻ്റെ ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണെന്നും സൂര്യൻ എന്ന ഒരു ഇടത്തരം നക്ഷത്രത്തിന് തന്നെ നമ്മുടെ ഭൂമിയുടെ 13 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട് എന്നും, എന്നാൽ അതിൻ്റെ നിരവധി കോടി മടങ്ങ്, സൂര്യൻ്റെ തന്നെ നിരവധി കോടി മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിൽ പലതുമെന്നും, അങ്ങനെയുള്ള പരകോടിക്കോടി നക്ഷത്രങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ പരന്നു കിടക്കുന്നത് എന്നും ഒക്കെ ഇന്ന് ശാസ്ത്രീയമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുക എന്ന സങ്കല്പം ഇന്ന് ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാ ബ്ലണ്ടറാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.